നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനം വെന്തുരുകുന്നു. പാലക്കാടും മലപ്പുറത്തും റെഡ് അലർട്ട്. കൊല്ലത്ത് അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നു. ഒരാൾക്ക് സൂര്യതാപമേറ്റു. തിരുവനന്തപുരം നഗരത്തിൽ കാട്ടുപന്നി ഇറങ്ങി. പുലിപ്പേടി മാറാതെ മലപ്പുറം മമ്പാട്. കൂടി സ്ഥാപിച്ചും നിരീക്ഷണം ശക്തമാക്കിയും വനം വകുപ്പ്. വന്യജീവി പ്രശ്നത്തിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്തിനെതിരെ വനം മന്ത്രി. നിയമത്തെ വെല്ലുവിളിക്കുന്നത് അംഗീകരിക്കില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് നിയമപരമായി ശരിയല്ലെന്നും മന്ത്രി. പാലക്കാട് അഞ്ചുമൂർത്തി മംഗലത്ത് കൊലപാതകം. യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഴുത്തറത്ത നിലയിൽ കണ്ടെത്തിയ യുവതി മരിച്ചു. വേനൽ കനത്തതോടെ ഇടുക്കി വട്ടവടയിൽ ആശങ്ക. കാർഷിക വിളകൾ നശിക്കുന്നു. ജലലഭ്യത ഉറപ്പാക്കാൻ നടപടിയില്ല. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് ചൂട് ഉയരുകയാണ്. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നുള്ള വികിരണ തോതിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. പാലക്കാടും മലപ്പുറത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകി. ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് സൂചിക ഉയർന്ന ജില്ലയായി കൊല്ലം മാറി. ജില്ലയിൽ രേഖപ്പെടുത്തുന്ന താപനില 34 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. കൊല്ലത്ത് മധ്യവയസ്കന് സൂര്യതാപമേറ്റു. മുണ്ടയ്ക്കൽ സ്വദേശി കൊച്ചുണ്ണിക്കാണ് സൂര്യതാപമേറ്റത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് സൂര്യതാപം ഏൽക്കുന്നത്. ദേഹത്തും തോളിലും കഴുത്തിലും നെഞ്ചിലും പൊള്ളലേറ്റു. ജില്ലാ ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സ തേടി. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ വന്യജീവി പ്രശ്നത്തിൽ പഞ്ചായത്ത് നിയമത്തെ വെല്ലുവിളിക്കുന്നത് അംഗീകരിക്കില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് നിയമപരമായി ശരിയല്ല. വനം നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ആ സ്ഥാപനം നിയമത്തെ വെല്ലുവിളിക്കുന്നതിനോടാണ് നമുക്കെല്ലാം വിയോജിക്കുക. എന്നാൽ നിയമപരമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി നീങ്ങുന്നതിന് അത് സ്വാഗതാർഹമായ നിലപാടാണ്. നിലവിലുള്ള കേന്ദ്ര നിയമങ്ങൾക്കും വ്യത്യസ്തമായി പഞ്ചായത്തിന് പ്രത്യേകമായ അധികാരം കോടതി കൊടുക്കുന്നുവെങ്കിൽ അത് നിയമ നടപടിയാണ്. നിയമ നടപടികളായി പോകാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. മലപ്പുറം മമ്പാട് എളമ്പുഴയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂടുവെച്ചു. പകൽ സമയത്തും പുലിയെ കണ്ടതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. പുലി നിരവധി വളർത്തു നായ്ക്കളെയും കൊന്നു. മേഖലയിൽ വനംവകുപ്പ് നിരീക്ഷണം നടത്തുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ കാട്ടുപന്നി ഇറങ്ങി. കണ്ണുമൂല കോയിക്കൽ ലൈനിലാണ് കഴിഞ്ഞ 2 ദിവസവും രാത്രിയിൽ കാട്ടുപന്നിയെ കണ്ടത്. കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. വി അരുണിന്റെ റിപ്പോർട്ട് കാണാം. മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം പതിവാണ്. പലയിടത്തും കാട്ടാനയും കാട്ടുപോത്തും പുലിയും കടുവയും ഒക്കെ ഇറങ്ങുന്ന വാർത്തകളുണ്ട്. കാട്ടുപന്നിയുടെ ശല്യമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത് നഗരമധ്യം എന്നൊക്കെ നമുക്ക് പറയാവുന്ന അത്ര ഒരു പ്രദേശമാണ്. കണ്ണമൂലയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ കോയിക്കൽ റെസിഡൻസ് ഏതാണ്ട് ഇവിടെ നിന്ന് പുറകിലേക്ക് ഒരു 50 മീറ്റർ പോയാൽ പ്രധാന റോഡാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡാണ്. അത്തരത്തിലൊരു വനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രദേശം. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ കാട്ടുപന്നിയെ കണ്ടതായി നാട്ടുകാർ പരാതി പറയുന്നത്. CCTVയിലൊക്കെ പന്നിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഈ ഒരു കോയിക്കൽ ലൈനിൽ ഈ ഒരു വീടിന്റെ സ്ഥാപിച്ചിട്ടുള്ള CCTVയിലാണ് ആ ദൃശ്യങ്ങൾ ആദ്യം കണ്ടത്. ഇതിന്റെ പേരെന്താ? എന്റെ പേര് ജേക്കബ്. ഇതെങ്ങനെയാണ് നിങ്ങളത് പന്നി വന്നു? അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പന്നി വരുന്നതായിട്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്യാമറ നോക്കിയതായിരുന്നു. അപ്പോഴത്തേക്കാണ് 12-ാം തീയതി 3:42 ആയപ്പോഴത്തേക്ക് ഇതുവഴി പന്നി മേളിലോട്ട് പോവുകയും വേറൊരു കാറ് വരുന്നത് കണ്ട് അത് തിരിച്ചു പോവുകയും ചെയ്തു. ഗ്രൂപ്പിനെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു അസോസിയേഷൻ അറിയിച്ചു. അപ്പൊ എന്താ പറയുന്നത്? ഇനി കാണുകയാണെങ്കിൽ അറിയിച്ചാൽ മതി, അവർ വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ റോഡിന് താഴ്വശത്തുകൂടി ഉള്ള വഴിയിലേക്കും ഇത് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ് കുമാരപുരം. ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് സൗഭാഗ്യ
ലൈൻ എന്നൊക്കെ പറയുന്ന പ്രദേശത്തും ഇതേപോലെ ഈ ഒരു പന്നിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും കാട്ടുപന്നിയാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. കാരണം ഇവിടെ ഈ പ്രദേശത്ത് മറ്റ് ഏതെങ്കിലും പന്നികൾ വരാനുള്ള സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാട്ടുപന്നിയാണ്. വനം വകുപ്പ് ഇതിൽ പരിശോധന നടത്തും. ഏതായാലും സ്വാഭാവികമായും നാട്ടുകാർക്ക് അതിലൊരു ആശങ്കയുണ്ട്. വളരെയധികം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ഇനിയും ദൃശ്യങ്ങളിൽ കണ്ടാൽ വീണ്ടും ഇവിടെ ഉണ്ടെന്ന് കണ്ടാൽ വനം വകുപ്പ് തുടർ നടപടി കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. SVV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും അരുൺ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വനാതിർത്തിയോട് ചേർന്ന മേഖലയിലോ മറ്റും ഒന്നുമല്ല, പൂർണ്ണമായും നഗരത്തിന്റെ മധ്യത്തിലേക്കാണ് ഈ കാട്ടുപന്നി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കൂടുതലായി ആശങ്ക ജനിപ്പിക്കുന്നത്. കോഴിക്കോട് ചേളന്നൂരിൽ കശാപ്പിനായി കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി 3 പേർക്ക് പരിക്കേറ്റു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോത്ത് വിരണ്ടോടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കാക്കൂർ പോലീസും നരിക്കുനി ഫയർഫോഴ്സും ചേർന്ന് വിരണ്ടോടിയ പോത്തിനെ പിടിച്ചുകെട്ടി. പോത്ത് 2 വാഹനവും മീൻകടയും തകർത്തു. ഇടുക്കി മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. മൂന്നാർ കടലാർ എസ്റ്റേറ്റിൽ വൈകിട്ടോടെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. തൊഴിലാളിയായ ഷൺമുഖവേൽ മേയാൻ വിട്ട പശുവിനെ നോക്കാൻ പോകുന്നതിനിടയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. മൂന്നാർ കടലാറിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. കടലാർ ഫീൽഡ് നമ്പർ 11-ലാണ് സംഭവം. രാവിലെ മേയാൻ വിട്ട പശുവിനെ നോക്കാൻ പോകുന്നതിനിടയിൽ ഷൺമുഖവേൽ കാട്ടുപോത്തിന്റെ മുന്നിൽപ്പെടുകയായിരുന്നു. കാട്ടുപോത്ത് ദൂരേക്ക് തട്ടിയെറിഞ്ഞ ശേഷം ആക്രമിച്ചു. പോത്തിന്റെ ചവിട്ടേറ്റ ഇയാളുടെ വയറിന് പരിക്കേറ്റു. ഷൺമുഖവേൽ ബഹളമുണ്ടാക്കിയതോടെ കാട്ടുപോത്ത് പിൻവാങ്ങി. തുടർന്ന് ഇയാൾ തന്റെ സഹോദരനെ ഫോണിൽ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. இன்னைக்கு வந்துட்டு காலையில் ஒரு லைன்ஸில் வீட்டில் உள்ள சாதனமெல்லாம் பிரித்து போகிறதுக்கு ஃபீல்ட் ஆஃபீஸர் அனுப்பி விட்டுட்டு ரெண்டாவது மாடு லைன்ஸுக்குள்ள மாடை பத்தணும் போகும்போது காட்டு மாடு தூக்கி இவனை கீழே போட்டு இவன் சவுண்டு போட்டு மேலே ஏறி மிதிச்சிட்டு இவனை விட்டு ஓடி போச்சு. அந்த நேரம் 3:39 மணி அளவில் எனக்கு ஃபோன் பண்ணி என்ன இடம் தெரியாமல் நானும் ஓடி தவிச்சு கடைசியில் இந்த இடத்துல தான் இருக்கேன், என்னால் நடக்க முடியலன்னு சொல்லணும். அங்கே கடை மோகன் ஆட்டோ ஜீப்பு கொண்டு வந்தார். அவரை வச்சு போய் நாங்கள் தோளத்தில் போய் தேடி தான் தூக்கிட்டு வந்தோம். இன்னும் அந்த நேரத்தில் எம்ஏ மட்டும் வந்தார். எம்ஏயும் ஈஸ்டில் சிவா சூப்பர்வைசரு, பின்ன அந்த சின்ன கணப்பில் சரண்கிறவர். ஆனால் ஃபீல்ட் ஆஃபீஸர் அந்த பக்கம் வரவே இல்லை. രഞ്ജിത്ത് ഫീൽഡ് ആഫീസർ அந்த പക്കം വരല. തുടർന്ന് നാട്ടുകാരെത്തി ഷൺമുഖവേലിനെ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് അഞ്ചുമൂർത്തിമംഗലത്ത് യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു. അഞ്ചുമൂർത്തിമംഗലം സ്വദേശി മനു ആണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തും അഞ്ചുമൂർത്തിമംഗലം സ്വദേശിയുമായ വിഷ്ണുവിനെ പാലക്കാട് വടക്കഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം. മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ യുവതി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശിയും ദന്ത ഡോക്ടറുമായ സൗമ്യയാണ് മരിച്ചത്. സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 2 മണിക്ക് കഴുത്തറുത്ത നിലയിലാണ് സൗമ്യയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യാശ്രമമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയം ഭർത്താവും ഭർത്തൃമാതാവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ദന്ത ഡോക്ടറായ സൗമ്യ 4 വർഷം മുൻപാണ് വിവാഹിതയായത്. കുട്ടികളില്ലാത്തത് ഇവരെ മാനസികമായി അലട്ടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ഇടുക്കി അടിമാലിയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് പിടിയിലായത്. അടിമാലിക്ക് സമീപം ഇരുമ്പ് പാലത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഏറെ നാളായി നിരീക്ഷണത്തിലായിരുന്നതായി എക്സൈസ് പറഞ്ഞു. ഏത് നിമിഷവും കുടിയൊഴിപ്പിക്കപ്പെടും എന്ന ഭീതിയിൽ കഴിയുകയാണ് പെരുമ്പാവൂർ, വാഴക്കുളം, നടക്കാവ്, പാരിയത്തുകാവ് നഗറിലെ 8 കുടുംബങ്ങൾ. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുമായി എത്തിയ അഭിഭാഷക കമ്മീഷൻ പലതവണയായി പ്രതിഷേധം മൂലം മടങ്ങുന്നു. ഉത്തരവിനെതിരെ നൽകിയിട്ടുള്ള റിവ്യൂ ഹർജിയാണ് ഇവരുടെ അവസാന പ്രതീക്ഷ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീടുകൾ നൽകും സർക്കാർ. കേരള നാട് ഭരിക്കുമ്പോൾ
എല്ലാവരുടെ വാക്കുകളിലും നിറയുന്നത് ഒരേ വികാരമാണ്. നാളുകളായി സമാധാനമായി ഉറങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ ഒഴിയാൻ കഴിയില്ല. കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം 11 തവണ പരാജയപ്പെട്ടു. കുടുംബങ്ങൾക്കൊപ്പം ആദ്യം പല സംഘടനകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM ആണ് നേരിട്ട് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ തവണ സ്ഥലം MLA PV ശ്രീനിജന്റെ നേതൃത്വത്തിലായിരുന്നു കമ്മീഷനെ തടഞ്ഞത്. നിയമ നടപടികൾ തുടരുകയാണെന്നും ഈ ഘട്ടത്തിൽ സ്ഥലം ഒഴിപ്പിക്കാൻ കഴിയില്ലെന്നും സമരസമിതി വ്യക്തമാക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ വന്നാലും ഇറങ്ങി കൊടുക്കൂല. ഇത് സർക്കാർ വക പുറമ്പോക്ക് ഭൂമിയിൽ ഞങ്ങൾ കിടക്കുന്നത്. അവരുടെ ഭൂമിയിൽ 19 ഏക്കർ 98 സെന്റ് പുറമ്പോക്ക് ഭൂമിയുണ്ട്. അത് അളക്കാൻ ഓർഡർ ഇട്ടത് ഇതുവരെ അളക്കാതെയാണ് ഈ സ്ഥലത്ത് കയറി അവർ ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വരുന്നത്. എങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങണം മാസത്തോടുകൂടി എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒന്ന്, പിന്നെ ബുധനാഴ്ച, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇനിയായിട്ട് ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ആ കമ്മീഷൻ വരുമ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. പുള്ളി അംഗീകരിക്കാൻ നിങ്ങൾ കണ്ടതല്ലേ, ഒന്ന് നോക്കണ്ടേ അയാൾ ആ പേപ്പർ, അതും കൂടി നെയ്യല്ല. എന്നിട്ടാണ് ഈ മാതിരി ഇത് കാണിക്കുന്നത്. ഇവർക്ക് പുനരധിവാസം കൊടുക്കണം. ഈ 8-9 കുടുംബമുണ്ട്, അതിൽ 8 എണ്ണം പട്ടികജാതി പട്ടികവർഗമാണ്. അപ്പോൾ ഈ 9 കുടുംബങ്ങൾക്കും പുനരധിവാസം കൊടുത്തതിന് ശേഷം ഇയാളുടെ വിധി നടപ്പാക്കി സ്ഥലം കൊടുത്തോ ഞങ്ങൾ എതിരല്ല. വർഷങ്ങളായി പ്രദേശത്ത് താമസിച്ചു വരുന്നവരാണ് കോടതി വിധിയുടെ പേരിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. ഈ കുടുംബങ്ങൾ പട്ടയത്തിന് ശ്രമിച്ചപ്പോഴാണ് സ്വകാര്യ വ്യക്തി അവകാശവാദവുമായി രംഗത്തെത്തിയത്. ഹൈക്കോടതി വിധി നാട്ടുകാർക്ക് അനുകൂലമായെങ്കിലും സുപ്രീം കോടതി വിധി എതിരായി. ന്യൂസ് 18 കൊച്ചി. വേനൽ കനത്തതോടെ വട്ടവടയിൽ കാർഷിക വിളകൾക്ക് ഉണക്ക് ബാധിച്ചു. കൂടുതൽ തടയണകളും കനാലുകളും തീർത്ത് വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വട്ടവടയുടെ കാർഷിക സമൃദ്ധി നഷ്ടമാകുമെന്ന ആശങ്കയാണ് ഉള്ളത്. വട്ടവടയിലെ പച്ചക്കറി കർഷകരെല്ലാം ആശങ്കയിലാണ്. വേനൽ കടുത്തതോടെ കൃഷികൾ കരിഞ്ഞു തുടങ്ങി. മണ്ണിലെ ജലാംശം നഷ്ടപ്പെട്ട് സമയബന്ധിതമായി പുതിയ കൃഷി ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മറ്റൊരു പ്രശ്നം. കൃഷി നിലനിർത്താൻ വേനൽക്കാലത്ത് ജലസേചനത്തിന് ഉതകുന്ന പദ്ധതികൾ വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ചെക്ക് ഡാമുകൾ കുറെ ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കുറെ ചെക്ക് ഡാമുകൾ തടയണകൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വട്ടവട പഞ്ചായത്തിലെ കൃഷി എനി ടൈം കേരളത്തിൽ തന്നെ എനി ടൈം പച്ചക്കറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം നല്ല കൃഷിയും ഇപ്പം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് വട്ടവട കർഷകർക്കുള്ളത്. പാകമായ പച്ചക്കറികൾ വിളവെടുത്ത ശേഷം പുതുതായി കൃഷി ഇറക്കുന്നതിനായുള്ള കർഷകരുടെ കാത്തിരിപ്പ് നീളുകയാണ്. തടയണകൾ ഉൾപ്പെടെ പല പദ്ധതികളും മുൻപ് പ്രഖ്യാപിച്ചെങ്കിലും ഇവയൊന്നും നടപ്പായില്ല. വേനൽക്കാലത്ത് ജലം ലഭ്യമാക്കാനുള്ള സൗകര്യമൊരുക്കിയാൽ രാജ്യത്ത് തന്നെ 12 മാസവും പച്ചക്കറി വിളയുന്ന പ്രധാന കേന്ദ്രമായി ഇടുക്കി ജില്ലയിലെ വട്ടവട ഗ്രാമത്തെ മാറ്റാനാകും. ന്യൂസ് 18 വട്ടവട. വിരമിച്ച ശേഷം കൃഷിയിൽ മികവ് തെളിയിച്ചിരിക്കുകയാണ് ഒരു കോളേജ് അധ്യാപകൻ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലെ നായാടംപൊയ്യിൽ മാത്തുണ്ണിയാണ് അധ്യാപനത്തിൽ എന്ന പോലെ കൃഷിയിലും മികവ് തെളിയിച്ചത്. മമ്പാട് MES കോളേജിൽ നിന്നും വിരമിക്കുമ്പോൾ തേയില കൃഷി ചെയ്യാനായിരുന്നു മാത്തുണ്ണിയുടെ തീരുമാനം. ഇതിനായി 5.5 ഏക്കർ ഭൂമി വാങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും 3300 അടിയോളം ഉയരമുള്ള സ്ഥലത്ത് തേയിലയേക്കാൾ മെച്ചം കാപ്പിയാണെന്ന് കണ്ടതോടെ തീരുമാനം മാറ്റി. 5 ഏക്കറിൽ കാപ്പിയും 50 പ്രകൃതി സൗഹൃദ റിസോർട്ടും നിർമ്മിച്ചു. ഇക്കുറി വിളവും കൂടി, കാപ്പിക്കുരുവിന്റെ വിലയും കൂടി. കാപ്പിക്കുരുവിന് കിലോയ്ക്ക് ഇപ്പോൾ 250 രൂപയുണ്ട്. കാപ്പിത്തോട്ടത്തിൽ നട്ട 1000-ഓളം ഓറഞ്ച് മരങ്ങൾ അടുത്ത വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. 100 വർഷത്തിലേറെ ആയുസ്സുള്ള കാപ്പിച്ചെടികൾ നീണ്ടകാലം വരുമാനം നൽകും. വന്യമൃഗശല്യം ഇല്ലാത്ത ഏക കൃഷിയാണ് ഇത്. അധ്യാപനത്തിൽ എന്ന പോലെ കൃഷിയുടെ സൂക്ഷ്മതയിലും ശ്രദ്ധയിലും മാത്തുണ്ണി വിട്ടുവീഴ്ച വരുത്തില്ല. റിട്ടയർ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ ആദ്യം ചെറുപ്പം മുതലേ ഈ തേയിലത്തോട്ടം കാണുമ്പോൾ അതിനോടൊരു താല്പര്യമായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട് കാപ്പിക്ക് നല്ല അനുകൂലമാണ്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള തോട്ടങ്ങളുണ്ട്, അവിടെയൊക്കെ നല്ല ഈൽഡാണ്. ഈ വർഷവും നല്ല ഈൽഡാണ്. പുറമേ മറ്റുള്ളിടത്തൊക്കെ അത്ര വലിയ ഈൽഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് തീരെ മോശമൊന്നുമല്ല. ഈ വർഷം അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടിയിട്ടുണ്ട്. കർഷകൻ മാത്രമല്ല, നല്ലൊരു സഞ്ചാരി കൂടിയാണ് ഈ റിട്ടയർഡ് പ്രൊഫസർ. ഇതിനകം 40 രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. കൃഷിക്കൊപ്പം തോട്ടത്തിൽ ഇക്കോ സൗഹൃദ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കായംകുളം ഹോമിയോ ആശുപത്രിയിലെ 2 കെട്ടിടങ്ങളും ഉപയോഗിക്കാൻ കഴിയാതായതോടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട അവസ്ഥയിലാണ്. നിലവിൽ OP വിഭാഗം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. IP വിഭാഗവും ഉടൻ തന്നെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റും.
മഴക്കാലത്ത് വെള്ളം കയറുന്നതാണ് ഹോമിയോ ആശുപത്രി നേരിടുന്ന പ്രധാന പ്രതിസന്ധി. സമീപത്തെ തോട്ടിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം കയറുന്നത്. ഈർപ്പം കാരണം കെട്ടിടം ബലക്ഷയത്തിനായി. ഇതോടെ OP വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. IP വിഭാഗം കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി നഗരസഭയിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ആശങ്ക ഉന്നയിച്ചിരിക്കുകയാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി കെട്ടിടം സുരക്ഷിതമല്ലെന്ന് അറിയിച്ചു. അതിനാൽ മറ്റൊരു വാടക കെട്ടിടം കണ്ടെത്തിയിരിക്കുകയാണ്. ആശുപത്രിയിലെ IP, OP വിഭാഗങ്ങൾ രണ്ടിടത്തേക്ക് മാറുന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഇവിടെയുള്ളവർ പറയുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായി കായംകുളം നഗരസഭയുടെ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന തച്ചടി പ്രഭാകരൻ സ്മാരക ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റൽ സമ്പൂർണ്ണമായി ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കാരണം IP ഇവിടെ പ്രവർത്തിച്ചിരുന്ന OP കെട്ടിടം ഏതാണ്ട് 6 മാസമായി തൊട്ടടുത്ത വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച IP കെട്ടിടം, ആ IP കെട്ടിടത്തിലാണ്ട് ഏകദേശം 25ഓളം രോഗികളായിരുന്നു കിടത്തി ചികിത്സയ്ക്ക് എത്തിക്കൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഫിസിയോതെറാപ്പിയുടെ യൂണിറ്റ് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളം കയറുന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇത് മാറ്റിക്കൊണ്ടുപോകുന്നത്. ഹോമിയോ ആശുപത്രിയിൽ 8 ഡോക്ടർമാർ ഉൾപ്പെടെ 24 ജീവനക്കാരുണ്ട്. കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതിനാൽ 3 ജീവനക്കാരെ ആലപ്പുഴയിലേക്ക് പുനർവിന്യസിച്ചിരിക്കുകയാണ്. നിലവിൽ OP വിഭാഗം പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമില്ല. ന്യൂസ് 18 കായംകുളം. ഇടുക്കി ജില്ലയുടെ സൂപ്പർമാനായി മാറിയിരിക്കുകയാണ് ആൽബിൻ ജോർജ് തോമസ്. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ ബിരുദ വിദ്യാർത്ഥി. ഇതോടെ നാട്ടിലും കോളേജിലുമെല്ലാം ആൽബിൻ ഇപ്പോൾ താരമാണ്. കരാട്ടെ മാസ്റ്റർ എന്ന പേരിലായിരുന്നു മുൻപ് ആൽബിൻ ജോർജ് തോമസ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇടുക്കിയുടെ സൂപ്പർമാൻ എന്നൊരു പേര് കൂടി ലഭിച്ചിരിക്കുകയാണ്. സൂപ്പർമാൻ ക്ലാപ്പിംഗ് പുഷപ്പിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയതോടെയാണ് ആൽബിൻ പുതിയ ബഹുമതിക്ക് അർഹനായത്. റെക്കോർഡിന്റെ നിയമാവലികൾ അനുസരിച്ച് 3 കിലോ ഭാരം വഹിച്ചുകൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് 51 ഫുൾ ക്ലാപ്പിംഗ് പുഷപ്പുകൾ എടുത്താണ് നേട്ടം കൈവരിച്ചത്. ഇടുക്കി പച്ചടി സ്വദേശിയായ ഈ 21കാരൻ പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ BCA 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം ഹിറ്റോറിയോ കരാട്ടയിൽ ഒരു പതിറ്റാണ്ടിലേറെയായി പരിശീലനവും നടത്തുന്നു. കൂടാതെ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനവും നൽകുന്നുണ്ട്. സഹപാഠികളും അധ്യാപകരും കോളേജ് അധികൃതരുമെല്ലാം ആൽബിന്റെ നേട്ടത്തിൽ ഏറെ അഭിമാനത്തിലാണ്. ഇവിടെ BCA തേർഡ് ഇയർ പഠിക്കുന്ന ആൽബിൻ സൂപ്പർമാൻ ക്ലാപ്പിംഗ് പുഷപ്പ് 30 സെക്കൻഡ് കൊണ്ട് 51 തവണ 3 കിലോ വെയിറ്റ് ബോഡിയിൽ വെച്ചുകൊണ്ട് ചെയ്ത് നമുക്കൊരു വേൾഡ് റെക്കോർഡ് നേടി തന്നിരിക്കുന്നു. റെക്കോർഡ് നേടിയതോടെ പുതിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പിലാണ് ആൽബിൻ. കരാട്ടെ മാർഷൽ ആർട്സിനോട് ബന്ധിപ്പിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടണം എന്നെനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കോളേജിൽ വന്നിട്ട് ഇവിടുന്ന് പാസ് ഔട്ട് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു നേട്ടം കോളേജിനോട് കൂടി കൊടുക്കണമെന്ന് അങ്ങനെ ഒരു അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പച്ചടി കാട്ടുപാറയിൽ തോമസ് വർക്കി റെജി ദമ്പതികളുടെ മകനാണ് ആൽബിൻ. ഇനിയും മാർഷൽ ആർട്സിൽ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കണമെന്നാണ് ആൽബിന്റെ ആഗ്രഹം. ന്യൂസ് 18 ഇടുക്കി. കല്ലടയാറ്റിൽ മുങ്ങിത്താഴ്ന്ന യുവതിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ സുരേഷാണ് ഇപ്പോൾ നാട്ടിലെ താരം. ഒടനാവട്ടം സ്വദേശിനിയായ യുവതിയെയാണ് സുരേഷ് നിലയില്ലാ കയത്തിൽ നിന്നും രക്ഷിച്ചത്. സ്വയം രക്ഷ പോലും നോക്കാതെ കുത്തിയൊഴുകുന്ന കല്ലടയാറ്റിലേക്ക് ഒരു കൈയിൽ കയറുമായി സുരേഷ് നീന്തിയെത്തിയാണ് യുവതിയെ രക്ഷിച്ചത്. യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊട്ടാരക്കരയിൽ നിന്നും S വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. എല്ലാവരും നീന്തൽ പഠിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടന്ന ഒരു സംഭവം. നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ ഞാങ്കടവിലാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഞാങ്കടവിൽ കല്ലടയാറ്റിൽ ഒരു യുവതി കാൽവഴുതി വീണത്. യുവതിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ആളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പ്രദേശവാസിയാണ്. നമുക്ക് ചോദിച്ചറിയാം എന്തായിരുന്നു സംഭവിച്ചത്. ചേട്ടാ, ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത്? രാവിലെ ഒരു 7 മണിയോളം സമയമായി. ഇപ്പോൾ ഈ പെൺകുട്ടി ഒരു വണ്ടിയിൽ 2 വീലറിൽ അവിടെ വന്ന് പാലത്തിൻ്റെ നടുക്ക് വന്നിട്ട്, ഞാൻ അന്നേരം കാണുന്നില്ല, ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു. അപ്പം ആറ്റിച്ചാടി എന്നാണ് അന്നേരം ഞാൻ അറിയുന്നത്. അപ്പോൾ അറിയുന്നത് എൻ്റെ ഭാര്യയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് പാലത്തെ കൂടെ വഴിയാത്രക്കാരുണ്ടായിരുന്നു. അവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഇവിടുത്തെ ബഹളമൊക്കെ കേട്ട് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തി, ഇവിടെ ആരും ആറ്റിച്ചാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി വന്നു. അപ്പം ഈ പെൺകുട്ടി അപ്പോഴത്തേക്ക് അവിടുന്ന് ഏതാണ്ട് ഒരു ഈ ചാടിയ ഭാഗത്തുനിന്ന് ഒരു 150-75 മീറ്ററോളം താഴോട്ട് മാറിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കയറുമായിട്ട് ഞാൻ എടുത്ത് വെള്ളത്തിൽ ചാടി.
ചാടി അങ്ങ് അടുത്ത് ചെന്നിട്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ മരണത്തെ മുഖാമുഖം കണ്ട് താന്നു പോകുന്ന അവസാന നിമിഷത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ പെട്ടെന്ന് പിന്നെ കയർ അതിൻ്റെ കയ്യിലോട്ട് എറിഞ്ഞു പിടിപ്പിച്ചു. അടുത്ത് ചെന്നിട്ട് കയ്യിലോട്ട് ഞാൻ കൈ നീട്ടി കൊടുത്തില്ല, അല്ലാതെ എറിഞ്ഞു കൊടുക്കുകയാണ്. എറിഞ്ഞു കൊടുത്തപ്പോൾ അത് കയറി ആ വെപ്രാളത്തിനെ കയറി പിടിച്ച് കയറി മുറുക്കി പിടിച്ചെന്ന് തോന്നിയപ്പോൾ ഞാൻ പുറകോട്ട് വലിച്ചുകൊണ്ട് നീന്തി. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടി സ്ത്രീയെ വണ്ടിക്കകത്ത് കയറ്റി പുത്തൂർ MGM ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയാണ്. സുരേഷ് കുമാറിൻ്റെ സമയോചിതമായ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് ഡീസൽ ചോർന്നു. ശക്തികുളങ്ങര പാലത്തിലെത്തിയപ്പോഴാണ് വാഹനത്തിൽ നിന്നുള്ള ഡീസൽ ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. കായംകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് വരികയായിരുന്ന ബസ്സിലാണ് ചോർച്ചയുണ്ടായത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഡീസൽ റോഡിൽ നിന്നും നീക്കി. പാലത്തിൽ കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. റമദാൻ വിഭവങ്ങളുടെ വിൽപ്പന തകർക്കുകയാണ് കോഴിക്കോടൻ തെരുവോരങ്ങളിൽ. നോമ്പ് തുറക്കാനുള്ള തരിക്കഞ്ഞിയും പഴങ്ങളും എല്ലാം തെരുവോരങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും ലഭ്യമാണ്. ഉന്നക്കായ, സമൂസ, ചട്ടിപ്പത്തിരി, മസാല ചട്ടിപ്പത്തിരി, കായ്പോള, ബ്രെഡ് പോക്കറ്റ് എന്നിങ്ങനെ വിവിധ വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. കുറ്റിച്ചിറ, ഫ്രാൻസിസ് റോഡ് മേഖലകളിലെ തെരുവോരങ്ങളിൽ വിഭവങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. ഇവിടുത്തെ വീടുകളിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് വഴിയോരത്ത് വിൽപ്പനയ്ക്കെത്തുന്നത്. രാവിലെ 7 മുതൽ വിഭവങ്ങൾ തയ്യാറാക്കി തുടങ്ങും. ചൂടോടെ നൽകേണ്ടവ വൈകിട്ടേ പാകം ചെയ്യൂ. 3 മണി മുതൽ കടകളിലും താൽക്കാലികമായ കടകളിലും വിഭവങ്ങൾ ലഭ്യമാകും. 8 മണി വരെ കടകൾ തുറന്നിരിക്കും. എങ്കിലും നോമ്പ് തുറയ്ക്ക് മുമ്പ് തന്നെ എല്ലാം വിറ്റുതീരും. 4 മണിയാകുമ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്യും. അത്യാവശ്യം നല്ല ക്രൗഡ് വരലുണ്ട്. നമുക്ക് ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേന് നമ്മൾ ക്ലോസിംഗ് ആവും. പിന്നെ സ്നാക്സ് നമ്മൾ കൗണ്ടറിലോട്ട് കയറ്റും. പിന്നെ രാത്രി നമ്മൾ ചായ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു 30-നടുത്ത് വിഭവങ്ങൾ ഡെയിലി വരലുണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് കട്ട്ലേറ്റ് ഉണ്ട്, കുനാഫ, പിന്നെ ബാവുബണ്ണ് അറിയും അതാണ്, പിന്നെ ഉന്നക്കായ ഉണ്ട്, പിന്നെ കിളിക്കൂടുണ്ട്, മസാല ചട്ടിപ്പത്തിരി ഉണ്ട്, ചട്ടിപ്പത്തിരി ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പോണത് മസാല ചട്ടിപ്പത്തിരി, സമൂസ, കട്ട്ലേറ്റ് ഒക്കെയാണ് കൂടുതൽ സെയിലാവുന്നത്. 7 രൂപയുടെ വെജിറ്റബിൾ സമൂസ മുതൽ 100 രൂപയുടെ പള്ളിക്കറി, നെയ്ച്ചോർ, ബിരിയാണി വരെ ലഭ്യമാണ്. വിവിധ മാളുകളിലും നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടങ്ങളിൽ തന്നെ നോമ്പ് തുറക്കാനും സൗകര്യമുണ്ട്. യാത്ര ചെയ്യുന്നവർക്കും സമയത്ത് തന്നെ നോമ്പ് തുറക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഭക്തസഹസ്രങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് കാസർഗോഡ് തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിൽ ദേവിമാരുടെ തിരുമുടി നിവർന്നു. 40 അടി തിരുമുടി ഏന്തിയാണ് പടക്കത്തി ഭഗവതിയും ആര്യക്കര ഭഗവതിയും അരങ്ങിലെത്തിയത്. പെരുങ്കളിയാട്ട സമാപന ദിവസം ഉപദേവതമാർ അരങ്ങുവാണ് അണിയറയിലേക്ക് മടങ്ങിയതോടെയാണ് പ്രധാന ദേവതമാരുടെ പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് മണക്കാട്ട് തറവാട്ട് നിന്നും ഭഗവതിക്കുള്ള കലശം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പിന്നാലെ ആകാശത്ത് വട്ടമിട്ട് പറന്ന കൃഷ്ണപ്പരുന്തുകളെയും 25 ആണ്ടിന്റെ പ്രാർത്ഥനകളുമായി കൈകൂപ്പി നിന്ന ഭക്തസഹസ്രങ്ങളെയും സാക്ഷിയാക്കി പടക്കത്തി ഭഗവതിയുടെ തിരുമുടി നിവർന്നു. 40 അടി തിരുമുടി അണിഞ്ഞ് ക്ഷേത്രനടയിലേക്ക് പാഞ്ഞെടുത്ത ഐതിഹ്യപ്രകാരമുള്ള 18 ആയുധങ്ങളും എടുത്ത് കലാശം ചവിട്ടി. ശേഷം മംഗലക്കുഞ്ഞുങ്ങൾക്കൊപ്പം 3 തവണ ക്ഷേത്രം വലം വെച്ചു. പടക്കത്തി ഭഗവതിയുടെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് ആര്യക്കര ഭഗവതിയുടെ പുറപ്പാട് നടന്നത്. പതിഞ്ഞ താളത്തിൽ തോറ്റംപാട്ടിന്റെ പശ്ചാത്തലത്തിൽ ആര്യക്കര ഭഗവതിയുടെ 40 അടി മുടിയും രാമവില്യത്തിന്റെ ആകാശത്തേക്ക് ഉയർന്നു. ചെണ്ടയുടെ രൗദ്രതാളത്തിൽ 3 തവണ ക്ഷേത്രം വലം വെച്ചതോടെ ഇരു ദേവതമാരും ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നാടിന്റെ നാനാഭാഗത്തു നിന്നായി 10,000-ങ്ങളാണ് തിരുമുടി ദർശനത്തിനായി രാമവില്യത്തേക്ക് എത്തിയത്.
8 ദിനങ്ങളിലായി നടന്ന പെരുങ്കളിയാട്ടത്തിൽ 100ഓളം തെയ്യങ്ങളാണ് അരങ്ങിലെത്തിയത്. രാത്രി വൈകി ദേവതമാരുടെ തിരുമുടി താഴ്ന്നതോടെ 25 ആണ്ടിന് ശേഷം നടന്ന പെരുങ്കളിയാട്ടത്തിനും സമാപനമായി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പരിമിതികളെ അവഗണിച്ച് സ്വന്തം കഴിവുകൾ കൊണ്ട് താരമാവുകയാണ് പത്തനംതിട്ട ഏനാത്ത് വിനേഷ് റീജ ദമ്പതികളുടെ മകൾ നന്ദന. പാട്ടിലും മിമിക്രിയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ കൊച്ചുമിടുക്കി സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങുവാനക്കൂണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കരയ്ക്കുള്ളില് ചോരക്കൺമുയൽ. പാട്ടുകളിലൂടെയും മിമിക്രിയിലൂടെയും സോഷ്യൽ മീഡിയയിൽ താരമാണ് നന്ദൂട്ടി എന്ന നന്ദന. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലടക്കം നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം നന്ദന സ്വന്തമാക്കിയിട്ടുണ്ട്. VHSC അഗ്രികൾച്ചറൽ വിദ്യാർത്ഥിയായ നന്ദനയ്ക്ക് ഭാവിയിൽ മ്യൂസിക് ടീച്ചറാകാനാണ് ആഗ്രഹം. മകളുടെ ഏതാഗ്രഹത്തിനും ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും അച്ഛനും അമ്മയും ഒപ്പമുണ്ട്. 4 വയസ്സ് 5 വയസ്സ് മുതൽ അവള് ഈ പറഞ്ഞ പോലെ മൂളിപ്പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അന്നേരം മുതൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ മോളുടെ ഒരു കുഞ്ഞമ്മയുണ്ട്, പിന്നെ ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയുടെ കീഴില് അവള് കുറച്ച് നാള് പാട്ട് അഭ്യസിക്കാൻ പോയി. അങ്ങനെ ഇപ്പം എത്തി നിൽക്കുന്ന പറഞ്ഞ പുത്തൂര് ഇപ്റ്റെന്നും പറഞ്ഞൊരു സ്കൂളിലാണ് മോളിലിപ്പം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാട്ടും മിമിക്രിയും ഒക്കെ നന്ദന സ്വയം പഠിച്ചെടുത്തതാണ്. നന്ദനയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട്. ശാരീരിക പരിമിതിയിൽ ഒതുങ്ങി നിൽക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ മുറുകെ പിടിച്ച് ജീവിത വിജയം നേടാനാണ് നന്ദനയ്ക്കിഷ്ടം. ന്യൂസ് 18 പത്തനംതിട്ട. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് സാമൂഹ്യ വിരുദ്ധർ തീയിടാൻ ശ്രമിച്ചതായി പരാതി. ഇടുക്കി രാജകുമാരിയിലെ വ്യാപാരിയായ കൊല്ലാർമാലി ജോയിയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കാണ് തീയിടാൻ ശ്രമിച്ചത്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാജകുമാരി വില്ലേജ് ഓഫീസ് പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം ഇവിടെ വീട്ടുമുറ്റത്തെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് സമീപം കരിയിലകളും മാലിന്യങ്ങളും കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിച്ചു. വീട്ടുമുറ്റത്ത് പുക ഉയരുന്നത് കണ്ട് ജോയിയുടെ ഭാര്യ ജോലിക്കാരെ വിളിച്ച് തീയണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. 4 വർഷം മുൻപ് ജോയിയുടെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന ഏലം സ്റ്റോറിന് ദുരൂഹ സാഹചര്യത്തിൽ തീപിടിച്ചിരുന്നു. 400 കിലോഗ്രാം ഉണക്ക ഏലക്കയാണ് അന്ന് കത്തി നശിച്ചത്. ജോയിയുടെ വീടിനും നാശനഷ്ടം സംഭവിച്ചിരുന്നു. നാട്ടുകാരിടപെട്ട് തീയണച്ചതുകൊണ്ടാണ് അന്നും ദുരന്തമൊഴിവായത്. ഇന്നലെ രാത്രി ഞാൻ വന്ന് കൃത്യം 7:30 ഇത് കണ്ടു. എൻ്റെ ഭാര്യ വെള്ളം തിരിച്ചുവിടാനായിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്നലെ എൻ്റെ ഈ വണ്ടി കത്തി എൻ്റെ വീട് ഇരിക്കുന്ന ഏലക്കായാണ്. ആ ഏലക്കായ ഇതെല്ലാം കത്തി നശിച്ച് നാശമായി പോയേനെ. അപ്പം ഞാൻ ഓടി വന്ന് പെട്ടെന്ന് തന്നെ ഇത് അറിഞ്ഞ് ഓടി വന്ന് വെള്ളം ഒഴിച്ച് നനച്ച് കിടത്തിയ കാരണം എൻ്റെ വാഹനം കത്തിയില്ല, എൻ്റെ വീട് കത്തിയില്ല, എൻ്റെ സ്റ്റോർ കത്തിപ്പോയില്ല. എൻ്റെ സ്റ്റോർ മുൻപ് ഇതുപോലെ തന്നെ സ്റ്റോർ കത്തിയപ്പോഴും ജനമെല്ലാം ഓടിക്കൂടി നാട്ടുകാരും സംരക്ഷകരോടും വന്നതിന് ശേഷമാണ് തീ കെടുത്തിയ കാരണമാണ് എൻ്റെ വീട് നിലനിന്നത്. 2 ആഴ്ച മുൻപ് ജോയിയുടെ വീടിന്റെ മുൻഭാഗത്ത് കൂടി കടന്നു പോകുന്ന റോഡിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനവും ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു. രാജകുമാരി വില്ലേജ് ഓഫീസിന്റെ പിൻഭാഗത്തേക്കും തീ പടർന്നിരുന്നു. ന്യൂസ് 18 ഇടുക്കി. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.